നോൺ വെജ് കഴിച്ചിട്ട് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ആയാലും നമുക്ക് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുമോ, അത് മുഴുവൻ കൊഴുപ്പല്ലേ, ആ കൊഴുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടത്തില്ലേ എന്നൊക്കെ ഒരുപാട് ആളുകൾ സംശയങ്ങളായിട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ഈ നോൺ വെജ് എങ്ങനെ വെയിറ്റ് ലോസിലേക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കഴിക്കണം, അതായത് ഏത് രീതിയിൽ കഴിച്ചാലാണ് നമുക്കത് ഹെൽത്തി ആയിട്ടുള്ളത് എന്നും കൂടി ഒന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. പലരും ഇന്ന് വണ്ണം കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കുക എന്ന് പറയുമ്പം ആദ്യം ഒഴിവാക്കുന്നത് ഈ ചിക്കന്, മീന്, മുട്ട, അതായത് നോൺ വെജ് ആഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തിട്ട് ഒരു ഫുള്ളി വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യും. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പം നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ളൊരു വെയിറ്റ് ലോസ് ഉണ്ടാവണമെന്നില്ല. നോൺ വെജ് ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇൻടേക്കിലൂടെയാണ് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി എടുക്കുന്ന സമയത്താണ് അതൊരു അൺഹെൽത്തി ഫോമിലാവുന്നത്. പിന്നെ നിങ്ങൾ കഴിക്കുന്ന രീതിയും ഇതിന് കൂടുതലായിട്ടും ഡിപ്പെൻഡഡ് ആണ്. നോൺ വെജ് ആഹാരങ്ങൾ യൂഷ്വലി നമ്മളെല്ലാവരും പൊരിച്ച് കഴിക്കുക, അല്ലെങ്കിൽ വറുത്ത് പൊരിച്ച് ഒരു മുറുമുറു രീതിയിലൊക്കെ കഴിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് വായിക്ക് രുചിയേറുന്ന രീതി എന്ന് പറയുമ്പോൾ ഇത്തരം ഫ്രൈഡ് ഫോമിൽ കഴിക്കുമ്പോഴായിരിക്കും. അങ്ങനെ കഴിക്കുമ്പോഴാണ് അത് അൺഹെൽത്തി ആകുന്നത്. നോൺ വെജ് ആഹാരങ്ങളിൽ വരുന്ന എന്താണ്? ചിക്കന്, മീന്, മുട്ട. അതിപ്പം മീറ്റ് ഐറ്റംസ്, റെഡ് മീറ്റിൽ നമുക്ക് ബീഫ്, പോർക്ക്, മട്ടൺ, ഇതെല്ലാം നോൺ വെജ് ആഹാരങ്ങളാണ്. അപ്പോൾ ഈ നോൺ വെജ് ആഹാരങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള എന്താണ്? പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ പ്രോട്ടീൻ ഘടകം എന്ന് പറയുന്നത് എന്താ? ശരീരത്തിലെ മെറ്റബോളിസം കൂട്ടിയെടുക്കാനും അതേപോലെ തന്നെ നമുക്ക് വയറ് നിറയ്ക്കാൻ, അതായത് അപ്പറ്റൈറ്റ് ഫില്ല് ചെയ്യാൻ പ്രോട്ടീൻ ആഹാരങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതിന് പകരം അതിൻ്റെ ഒരു ഹാഫ് പോർഷനും അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ ഒരു പോർഷനും, ഈ ഒരു കോമ്പിനേഷൻ രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറ് നിറയുകയും ചെയ്യും, വെയിറ്റ് ലോസിനും ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നോൺ വെജ് ആഹാരങ്ങൾ എങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം മീൻ, മുട്ട, അതേപോലെ തന്നെ ചിക്കനൊക്കെ കഴിക്കുന്ന രീതി നോക്കുമ്പം നമുക്ക് മറ്റ് കണ്ടീഷൻസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് പ്രോട്ടീൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട കഴിക്കാവുന്നതാണ്. അതിൽ എഗ് വൈറ്റും കഴിക്കാം, അതേപോലെ തന്നെ യെല്ലോ പീസും കഴിക്കാവുന്നതാണ്. ഹെൽത്തി പ്രോട്ടീൻസും അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു മോശം രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നതല്ല. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കഴിക്കാൻ ശ്രമിക്കുക. അതിലാണ് കമ്പാരിറ്റീവ്ലി പ്രോട്ടീൻ കണ്ടൻറ് ഉള്ളതും അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കഴിക്കാൻ ശ്രമിക്കുക. ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ് ആണ്. അതിൽ പോർക്ക്, ബീഫ്, മട്ടൺ, ഇതിലൊക്കെ അൺഹെൽത്തി ഫാറ്റ്സ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ പിന്നെയും നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം അനീമിയ, രക്തക്കുറവിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ നമുക്ക് ബീഫിൻ്റെ ലിവർ കഴിക്കാം, ചിക്കൻ്റെ ലിവർ പീസൊക്കെ കഴിക്കാവുന്നതാണ്. അതിൽ അത്യാവശ്യം അയൺ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫെറിറ്റിൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അത് ആ ഒരു ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നോൺ വെജ് ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ ഘടകം വളരെ കൂടുതലാണ്. പ്രോട്ടീൻ ഘടകം ഉള്ളതുകൊണ്ട് തന്നെ അപ്പറ്റൈറ്റ് ഫില്ല് ചെയ്യാൻ, വയറ് നിറയ്ക്കാൻ ഹെൽപ്ഫുൾ ആണ്. സെക്കൻഡ് തിങ്, ഇത് നമ്മുടെ മസിൽ മാസ് ബിൽഡപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നമ്മളിപ്പോൾ വെയിറ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു മസിൽ വേസ്റ്റിംഗ് സംഭവിക്കുക, അല്ലെങ്കിൽ മസിൽസ് പെട്ടെന്ന് ശോഷിച്ചു പോവുക, അങ്ങനെ എന്തെങ്കിലും വീക്ക്നെസ് വരുമ്പം ആ മസിൽസിനെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ വെജ് ആഹാരങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത്. പക്ഷേ അതൊരു ക്വാണ്ടിറ്റി ഡിപ്പെൻഡഡ് ആയിട്ട് നല്ല രീതിയിൽ ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക. അതായത് ആ മസിൽ മാസ് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പ്രോട്ടീൻ്റെ ഇൻടേക്കിലൂടെ നമുക്കത് കവറപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. നോൺ വെജ് എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും അതിനെ വറുത്ത് പൊരിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു ഫോമിൽ കഴിക്കുമ്പോഴാണ് അത് അൺഹെൽത്തി ആവുന്നത്. നോൺ വെജ് കഴിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്നായിട്ട് സ്റ്റീം ചെയ്ത് കഴിക്കുക, ഗ്രില്ല് ചെയ്ത് കഴിക്കുക, ബേക്ക് ചെയ്ത് കഴിക്കാം.
അതേപോലെ തന്നെ നിങ്ങൾക്ക് കറി വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. മീനോ മുട്ടയോ ചിക്കനോ ഒക്കെ കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് ചെറു മത്സ്യങ്ങൾ കഴിക്കുക. സാർഡൈൻ, മെക്കറൽ പോലത്തെ ചെറു മത്സ്യങ്ങൾ നന്നായിട്ട് കഴിക്കുക. പ്രോട്ടീൻ അളവ് കൂടുതലാണ്. അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ്, omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം ഉണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഈ മെനോപോസ് ടൈമിലൊക്കെ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ഹെയർ ഫോള്, വീക്ക്നെസ്, ബോഡി പെയിൻ, ആ സമയത്തൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന് പകരം ഈ പറഞ്ഞിട്ടുള്ള മീൻ, മുട്ട, ചിക്കനൊക്കെ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് ചിക്കനൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ നോൺ വെജ് കഴിക്കേണ്ട രീതികളെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് സ്റ്റീം ചെയ്യുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ബ്രസ്റ്റ് പീസൊക്കെ നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക. അത് ഹാഫ് ബോയിൽ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിടുക. യോഗേർട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു സാലഡ് ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എഗ്ഗൊക്കെ ആയാലും നിങ്ങൾക്ക് വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ 1-2 എഗ്ഗ് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് പുഴുങ്ങി കഴിക്കാവുന്നതാണ്. അതായത് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഓർലെസ് ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സാലഡ് ഫോമിൽ കഴിക്കുകയാണെങ്കിലും അത്യാവശ്യം ഫൈബറും പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സ് നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോമിൽ നിങ്ങൾ ഈ നോൺ വെജ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ഹീറ്റ് ചെയ്യരുത്, റീഹീറ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ ഫ്രൈഡ് ഫോമിലൊന്നും നോൺ വെജ് ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ഇനി നിങ്ങൾ കഴിക്കേണ്ട ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പം എപ്പോഴും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും കോമ്പിനേഷൻ എടുക്കുക. ഉച്ചഭക്ഷണം ആണെങ്കിൽ നിങ്ങൾ ബ്രൗൺ റൈസും ഈ പറഞ്ഞുള്ള മീനോ മുട്ടയോ ഉൾപ്പെടുത്താവുന്നതാണ്. ഡിന്നർ ടൈമിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സാലഡ് ഫോമിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പാറ്റേൺസിൽ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നോൺ വെജ് ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. വെയിറ്റ് ലോസിനും ഹെൽപ്ഫുള്ളാണ്. മറ്റുള്ള കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റിസ്, ഫാറ്റി ലിവർ, തൈറോയിഡ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്